ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 88 പോയിൻറ്റ് നെഗറ്റീവാണ്. S&P 23 പോയിൻറ്റ്, നസ്ഡാക്ക് 94 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നു. മിക്കവാറും ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഒരു 30 പോയിൻറ്റിനുള്ളിലുള്ളൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനാണ് സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ആയിരുന്നു. ഇന്നലെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നിരുന്നുവെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് കയറി. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സപ്പോർട്ടിനുള്ളിലാണൊരു ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടുന്നതെങ്കിൽ തിരിച്ച് CPRലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ CPRന്നൊരു റിജക്ഷൻ പ്രതീക്ഷിച്ചതാണ് മാർക്കറ്റ്. പിന്നെ ഒരു കൺസോൾട്ടേഷനിലോട്ട് പോയി. എന്നാലും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും സെൻസെക്സിലും ഡേ ക്യാൻഡിൽ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു 50% വന്ന് ക്ലോസ് ചെയ്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് പിയേസിങ് ലൈൻ പാറ്റേൺ ആണ്. ഇത് പക്ഷേ ഒരു ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന ഇതാണ് ബുള്ളിഷ് പിയേസിങ് ലൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊരു ഡൗൺ ട്രെൻഡിൽ നിന്ന് റിവേഴ്സ് വരുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വന്നിട്ട് തിരിച്ച് ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുന്ന ഇതാണ്. ഒരു ബോട്ടത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിവേഴ്സലായിട്ട് 50% മുകളിൽ, പ്രീവിയസ് ക്യാൻഡലിൻ്റെ 50% മുകളിൽ ഇത് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അതൊരു ബുള്ളിഷ് പിയേസിങ് ലൈനായിട്ട് കൂട്ടാം. പക്ഷേ നമുക്കിവിടെ റിവേഴ്സ് അല്ലെങ്കിൽ പോലും ഒരു 2 ക്യാൻഡിൽ വന്നിട്ടാണ് പിന്നെ തിരിച്ച് വന്നിരിക്കുന്നത്. ജസ്റ്റ് 50% വന്നിട്ടില്ല, അത് 50% താഴെയാണ്. എന്നാലും ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. കാരണം പ്രീവിയസ് ഡേയുടെ പകുതിയോളം അങ്ങ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് ഡൗണിൽ പോയെങ്കിലും അത്രയും ബുള്ളിഷായിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു റെസിസ്റ്റൻസ് ലൈന്, അതായത് ഈ 26-ാം തീയതിയുള്ള ക്യാൻഡലിൻ്റെ ഈ ബോഡിക്ക് മുകളിലോട്ട് മാർക്കറ്റ് ഒരു ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും തിരിച്ചൊരു ബുള്ളിഷിലോട്ട് പോകും. 24,000 എന്നൊരു ടാർഗറ്റിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ 23,865 ഈ ഒരു ഏരിയയിൽ നിന്ന് ഒന്നിൽ റിജക്ഷൻ വരും, അല്ലെങ്കിൽ മുകളിലോട്ട് പോകും. ഇവിടെ ഇതിന് മുകളിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ല ഇതിന് താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്നലെ നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഏകദേശം 10:30 മണി കഴിഞ്ഞിട്ട് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് മന്ത്ലി എക്സ്പയറി ഡേയിൽ ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു ദിവസം ഇതിനു മുന്നേ പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറിയിലൊന്നും കണ്ടിട്ടില്ല. അത്രയ്ക്കും സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു. സെല്ലേഴ്സ് 23,600 കൊണ്ടുപോയി മാർക്കറ്റിന് ഏകദേശം രാവിലെ 10:30 മണി തൊട്ട് വൈകുന്നേരം 3:30 മണി വരെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓപ്ഷൻ ബൈ ചെയ്തവരെല്ലാവരും പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവരും ലോസിൽ തന്നെ പോയിട്ടുണ്ടാവണം. നമ്മുടെ ഗ്രൂപ്പ് പോളിലും ഏകദേശം പകുതിയോളം പേര് ലോസിൽ തന്നെയാണ്. കാരണം ഓപ്ഷൻ ബൈ ഇന്നലെ പ്രീമിയം മെൽട്ടായി. കാരണം ഏകദേശം 5.5 മണിക്കൂറാണ് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പോയത്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയ എനിക്ക് തോന്നുന്നു 23,550 ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടാണ് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ വീണ്ടും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാം. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് 23,500, 23,600, 23,500 ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. കോൾ റേറ്റിംഗ് സ്ട്രോങ് ആയിട്ടുള്ളത് 24,000-ലും ഏറ്റവും സ്ട്രോങ് വരുന്നത് 23,000 ആണ്. 23,500 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് 23,500 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ വലിയ സപ്പോർട്ടുകൾ നിലവിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഫോം ചെയ്തിട്ടില്ല. നമുക്ക് 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോകാം.
ഇന്നലത്തെ 75 മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇന്നലെ ഫസ്റ്റ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് സൈഡ് വൈസ് ആയിരുന്നു. അപ്പം ഇത് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അനുസരിച്ച് 77,742 മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റാലി ക്യാൻഡിലായിട്ട് കൂട്ടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിമാൻഡ് സോൺ ആകും. അല്ല, ഈ ഒരു ഏരിയ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി ഒരു ഡ്രോപ്പ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ 77,552 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ടൊരു ഡ്രോപ്പ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സപ്ലൈ സോണായിട്ട് എടുക്കാം. മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു സോണ് കൃത്യമായിട്ട് നോക്കുക. 77,552, 77,742 ഇതിനിടയ്ക്കാണ് ഇന്നലെ സെൻസെക്സ് കൺസോൾഡേറ്റ് ചെയ്തത്. അപ്പം ഇത് എങ്ങോട്ടെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായേക്കും. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ സെൻസെക്സിൽ ചെറിയൊരു മൂവ്മെൻ്റ് എങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 30 പോയിൻറ്റിനുള്ളിലാണ് മാർക്കറ്റ് അങ്ങ് കവർ ചെയ്തത്. 560 തൊട്ട് 648 വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിലും നമ്മൾ സെൻസെക്സ് ഈ പറഞ്ഞതുപോലെ തന്നെ മുകളിലോട്ടൊരു റാലി ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിമാൻഡ് സോൺ ആകും. അല്ല, താഴോട്ട് ഒരു ഡ്രോപ്പ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ നമുക്ക് സപ്ലൈ സോണായിട്ട് എടുക്കാം. പക്ഷേ സപ്ലൈ സോണായിട്ട് എടുത്തു കഴിഞ്ഞാലും ഇത് സപ്ലൈ സോൺ ആണെങ്കിലും ഇത് ഡിമാൻഡ് സോൺ ആണെങ്കിലും ഇത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. കാരണം ഒരു ദിവസം ഫുള്ള് കൺസോൾഡേറ്റ് ചെയ്തൊരു സോണാണ്. അവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫ്രഷ് സോണായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരിക്കലും ഒരു സ്ട്രോങ് ലിക്വിഡിറ്റി ഉള്ള ഒരു സോണായിരിക്കില്ല. ഈ 75 മിനിറ്റ്സിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇന്നലെ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സോണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ CPR ആണ്. 50 അല്ല, 40 പോയിൻറ്റിൻ്റെ CPR ആണ്. ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇതനുസരിച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെങ്ങാനും ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരാം. ഏകദേശം 100 പോയിൻ്റ് ടാർഗറ്റാണ്. 23,668 ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു CPRലോട്ട് റിജക്ഷൻ വന്നേക്കും. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ താഴോട്ട് നോക്കാം. ടാർഗറ്റ് CPRൻ്റെ ടോപ്പാണ് ഈ ഒരു ഏരിയ 571, 23,571 ടാർഗറ്റ് വയ്ക്കാം. തിരിച്ച് ബൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ എത്തുകയാണെങ്കിൽ മാത്രമേ ബൈയിങ്ങിലോട്ട് നോക്കാവൂ. ടാർഗറ്റ് ഇവിടെ വയ്ക്കുക. തിരിച്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബൈയിങ്ങിലോട്ട് നോക്കുക. ഈ സോണിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ് എങ്ങോട്ടെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. മുകളിലോട്ട് 23,668, 23,689 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 23,762, 23,785 വയ്ക്കാം. അല്ലാതെ താഴോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ 23,526, അതായത് CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,441, 23,463 ടാർഗറ്റ് വയ്ക്കാം. ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ടാർഗറ്റാണ് വരുന്നത്. 23,300 വരയ്ക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. 23,361 CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ട് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സ് CPR വരുന്നത് 77,417 തൊട്ട് 77,545 വരെയാണ്. ഏകദേശം 100, 120, 130 പോയിൻറ്റോളം 120 പോയിൻറ്റോളം വരുന്ന CPR ആണ്. നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ പ്രതീക്ഷിക്കാം. 77,810, 77,875. നിഫ്റ്റിയിലും സെൻസെക്സിലും
ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് അത് സി പി ആറിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഓൾസോ ഇതിലും നിഫ്റ്റിയിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് നോക്കണം. ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കുന്ന റിസ്ക് ആണ്. പക്ഷേ ഒരു ഗ്യാപ്പ് അപ്പാണ് എന്നുണ്ടെങ്കിൽ, ഇതിനുള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കാം. പക്ഷേ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നോക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കി സ്ട്രോങ് ഒരു സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. താഴോട്ടാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു റിജക്ഷനോ റീടെസ്റ്റോ വന്നു കഴിഞ്ഞാലും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നോക്കുക. ക്യാൻഡിൽ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മുകളിലോട്ട് നോക്കാവൂ. അപ്പോൾ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 77,480, 77,413 ടാർഗറ്റ് വയ്ക്കാം. ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിഫ്റ്റിയും സെൻസെക്സും ചെറിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് 77,243, 77,200. സെക്കൻഡ് 76,879, 76,817. മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 78,145, 78,200. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നോക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.